എഥനോൾ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എഥനോൾ എന്തിനാണ് പെട്രോളിൽ ചേർക്കുന്നത്, അത് എപ്പോൾ തുടങ്ങിയതാണ്, അതിന്റെ പ്രശ്നങ്ങൾ എന്താണ്, ഒരു വാഹനത്തിന് അല്ലെങ്കിൽ ഒരു എഞ്ചിന് അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അത് എങ്ങനെയെങ്കിലും പരിഹരിക്കാൻ പറ്റുമോ, അതിന്റെ എക്കണോമിക്സ് എന്താണ്, ഈ കാര്യങ്ങളാണ് ഏറ്റവും ചുരുക്കത്തിൽ പ്രസന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത് എഥനോൾ എന്താണെന്ന് നമുക്കറിയാം. ആൽക്കഹോളാണ്. 100-120 വർഷം മുമ്പ്, 1900 മുൻപാണ് പെട്രോൾ എഞ്ചിൻ തുടങ്ങുന്നത്. ആ കാലത്ത് തന്നെ, അതായത് ആദ്യത്തെ 4 സ്ട്രോക്ക് എഞ്ചിൻ ഉണ്ടാവുന്ന സമയത്ത് തന്നെ പെട്രോളിന് മുൻപ് പരീക്ഷിക്കപ്പെട്ട പല ഇന്ധനങ്ങളിൽ ഒന്നാണ് എഥനോൾ അല്ലെങ്കിൽ ഈഥൈൽ ആൽക്കഹോൾ. പിന്നീട് പെട്രോളിലേക്കും ഡീസലിലേക്കും നമ്മൾ ചുരുങ്ങി, കാരണം അതിന്റെ പ്രോപ്പർട്ടീസ് ആണ് ബെറ്റർ. അതിനുശേഷം 1920-കളിൽ എഥനോൾ ചേർക്കാൻ നേരിയ തോതിൽ തുടങ്ങിയതിന് കാരണം നമുക്കറിയാം, പെട്രോൾ എഞ്ചിനിൽ 4 സ്ട്രോക്ക് ഉണ്ട്. അതിലൊരു സ്ട്രോക്കാണ് കംപ്രഷൻ. പിസ്റ്റൺ വന്നിട്ട് എയറിനെ കംപ്രസ് ചെയ്യും. അതിന്റെ അടുത്ത സ്റ്റെപ്പാണ്, അടുത്ത സ്ട്രോക്കാണ് ഇഗ്നീഷൻ, സ്പാർക്ക് പ്ലഗിന്റെ ഇഗ്നീഷൻ. ഈ ഇഗ്നീഷന് മുൻപ് കംപ്രസ് ചെയ്യുമ്പോൾ തന്നെ ചിലപ്പോഴൊക്കെ പെട്രോളിന് തീപിടിക്കും. ഡീസൽ എഞ്ചിൻ ഇങ്ങനെയാ വർക്ക് ചെയ്യുന്നത്, കംപ്രഷൻ മാത്രമേ ഉള്ളൂ. പക്ഷെ പെട്രോളിൽ കംപ്രഷൻ സ്ട്രോക്കിൽ തീ പിടിച്ചാൽ ഈ കണക്കൂട്ടിൽ തെറ്റും, നോക്കിംഗ് എന്ന് പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാവും. വിശേഷിച്ച് പിൽക്കാലത്ത് 1920-കൾക്ക് ശേഷമുള്ള എഞ്ചിനിൽ ഈ കംപ്രഷൻ കൂടുതലാണ്, കംപ്രഷൻ റേഷ്യോ വളരെ കൂടുതലാണ്. എഫിഷ്യൻസി കൂട്ടാനും പവർ ഔട്ട്പുട്ട് കൂട്ടാനും കംപ്രഷൻ കൂടുതലാണ്. അപ്പൊ ഈ നോക്കിങ് കൂടും. അപ്പൊ നോക്കിങ് ഒഴിവാക്കാൻ പലതരം മിശ്രിതങ്ങൾ പല കാലത്തെ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതിലൊന്നാണ് എഥനോള്. അതിൽ ലെഡ്, ടെട്രാ ഈഥൈൽ ലെഡ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടാണ് ദീർഘകാലമായി ഉപയോഗിച്ചിരുന്നത്. നമുക്കറിയാം ലെഡഡ് പെട്രോൾ. 1970-കൾ മുതൽ അമേരിക്കയിൽ ഈ പരിസ്ഥിതി അവയർനെസ് വരികയും നിയമങ്ങൾ വരികയും ചെയ്തപ്പോൾ, ക്ലീൻ എയർ ആക്ട് ഒക്കെ വന്നപ്പോൾ ഘട്ടം ഘട്ടമായി ലെഡ് ഒഴിവാക്കി. അതിനു പകരം പല മിശ്രിതങ്ങൾ പരീക്ഷിച്ചെങ്കിലും ഒടുവിലെത്തിയത് ഏതാണ്ട് 2000-ഓടെ എഥനോൾ എന്ന ഒറ്റ സൊല്യൂഷനിലേക്ക് എത്തി. അതിനിടയ്ക്ക് മുമ്പ് പലതരം ഹൈഡ്രോ കാർബൺ മിശ്രിതങ്ങൾ പരീക്ഷിച്ചിട്ടുണ്ട്. അതൊക്കെ ടോക്സിക് ആണെന്ന കാരണം. കുറെ കൂടെ എഫിഷ്യന്റ് ലെഡാണ്, പക്ഷേ അത്രയും എഫിഷ്യന്റ് അല്ല ഈഥൈൽ ആൽക്കഹോള്. പക്ഷേ ഈഥൈൽ ആൽക്കഹോള് ടോക്സിക് അല്ല. അങ്ങനെ നമ്മൾ പൂർണ്ണമായിട്ടും ഗ്ലോബലി ഈഥൈൽ ആൽക്കഹോളിലേക്ക് വന്നു. നമ്മുടെ ഇന്ത്യയിലെ റൂൾ അനുസരിച്ച് എഥനോൾ ബ്ലെൻഡിങ് 2000-ന് ശേഷം തുടങ്ങിയതാണ്. ഈ പുതിയ കാര്യമല്ല. അമേരിക്കയിൽ 1920-കളിൽ തുടങ്ങിയതാണ്. പക്ഷേ ഈ പറയുന്ന പ്രീ മെച്ചുർ കമ്പഷൻ ഒഴിവാക്കാൻ അല്ലെങ്കിൽ നോക്കിങ് ഒഴിവാക്കാൻ എത്ര ഈഥൈൽ ആൽക്കഹോൾ ചേർക്കണം? 1.5% മതി. 1.5%-ത്തിൽ താഴെയാണ് റൂൾസ് അനുവദിച്ചിരുന്നത് 2013 വരെ. ഇത് സർക്കാരിന്റെ വെബ്സൈറ്റിൽ ഇപ്പോഴും ഉണ്ട് ഈ ഇൻഫർമേഷൻ. 2013-ന് ശേഷം നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം പോളിസി മാറി. 1.5%-ൽ നിന്ന് അത് 5%-ആയി, 10-ആയി. ഒടുവിൽ ഈ 2023-ൽ അത് 20%-ആയി. അതിനെയാണ് നമ്മൾ E20 പെട്രോൾ എന്ന് വിളിക്കുന്നത്. ഇനി എന്താണ് ഈഥൈൽ ആൽക്കഹോളിന്റെ പ്രശ്നം? അത് എഞ്ചിനിൽ എന്ത് പ്രശ്നം ഉണ്ടാക്കും? 2 പ്രശ്നങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് ഈഥൈൽ ആൽക്കഹോളിന്. ഒന്നാമത്തത്, ഈഥൈൽ ആൽക്കഹോളിന്റെ പവർ ഔട്ട്പുട്ട് കുറവാ, എനർജി ഡെൻസിറ്റി. നമുക്കറിയാം എന്താ പെട്രോൾ എന്താന്ന് നമുക്കറിയാം. പെട്രോൾ ഒരു ഹൈഡ്രോ കാർബണാ. ഒരു ഹൈഡ്രോ കാർബൺ അല്ല, ഒരു മിക്സ്ചർ ഓഫ് ഹൈഡ്രോ കാർബൺസാ. ഭൂമിക്കടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്നതാണ്. ആയിരക്കണക്കിന് വർഷം കൊണ്ട് രൂപപ്പെട്ടതാണ്. ഫോസിൽ ഫ്യൂവലാണ്. അതായത് എർത്തിന്റെ, ഭൂമിയുടെ ഹൈ പ്രഷറും ഹൈ ടെമ്പറേച്ചറും ആ പ്രഷറിൽ രൂപപ്പെടുന്ന മോളിക്യൂൾസ് ആണ്. അത് ഒരു കളക്ഷൻ ഓഫ് ഹൈഡ്രോ കാർബൺസാ. അത് തരുന്ന ഹൈഡ്രോ കാർബൺസ് തരുന്ന പവർ ഔട്ട്പുട്ട്, നമ്മൾ ന്യൂട്ടൺ മീറ്ററിലും ടോർക്ക് എന്നൊക്കെ പറയുന്ന പവർ ഔട്ട്പുട്ട് ഉണ്ടല്ലോ, ആ പവർ ഔട്ട്പുട്ട് കൂടുതലാണ്. എന്നാൽ എഥനോൾ എന്ന് പറയുന്നത് ഷുഗറാണ്. പഞ്ചസാരയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഡെറിവേറ്റീവ് ആണ്. നമുക്കറിയാം C2H5OH, ഒരു OH ഗ്രൂപ്പുള്ള ആൽക്കഹോളാണ്. പഞ്ചസാരയിൽ നിന്നാണ് അത് ഡിറൈവ് ചെയ്യുന്നത്, ഫെർമെന്റ് ചെയ്തിട്ടാണ്. അപ്പൊ അതിന്റെ എനർജി ഡെൻസിറ്റി കുറവാണ്. ഏതാണ്ട് 34 മെഗാ ജൂൾസും മറ്റത് 24 മില്യൺ ജൂൾസും അല്ലെങ്കിൽ മെഗാ ജൂൾസും. അപ്പം അതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്, നമ്മളൊരു പർട്ടിക്കുലർ അളവ് പെട്രോളും പ്യുവർ എഥനോൾ എടുക്കുമ്പോൾ ഇതിലെ ഡിഫറൻസ് എന്ന് പറയുന്നത് 30% ആണ്. 30% വരെയാണ്. മായം ചേരുമ്പോൾ പിന്നെയും വെള്ളമോ മറ്റോ ഒക്കെ ചേരുമ്പോൾ ഈ ഡിഫറൻസ് പിന്നെയും വ്യത്യാസം വരും. അപ്പൊ ഉണ്ടാകുന്ന പ്രശ്നം എന്താ? പവർ ഔട്ട്പുട്ട് കുറയും. പവർ ഔട്ട്പുട്ട് കുറയുമ്പോൾ ഒരു ഗിവൺ എമൗണ്ട് ഓഫ്, അതായത് 1 ലിറ്റർ പെട്രോളും 1 ലിറ്റർ E20യും തമ്മിൽ അതിന്റെ മൈലേജും കുറയും. ഇതൊന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, ഈഥൈൽ ആൽക്കഹോൾ എന്ന് പറയുന്ന സാധനം ഒരു കൊറോഡിങ് ഏജന്റാണ്. അതൊരു സോൾവെന്റ് ആണ്. നമ്മള് ക്ലീനിങ് ലിക്വിഡായിട്ട് ഈഥൈൽ ആൽക്കഹോൾ ഉപയോഗിക്കും. അപ്പൊ പെട്രോളിന്റെ പ്രോപ്പർട്ടി നേരെ തിരിച്ചാ. നമുക്കറിയാം ലൂബ്രിക്കൻസിന് 2 ഫംഗ്ഷൻ ഉണ്ട് എഞ്ചിനിലൊക്കെ. ലൂബ്രിക്കേറ്റ് ചെയ്യലും പിന്നെ
കൊറോഷൻ തടയലും ഒക്കെയാണ്. അതെല്ലാം ഹൈഡ്രോ കാർബൺസാണ് യൂസ് ചെയ്യുന്നത്, അതായത് പെട്രോളിയം ഡെറിവേറ്റീവ്സ് ഉപയോഗിക്കുന്നത്. പക്ഷേ എഥനോൾ നേരെ തിരിച്ചാണ്. എഥനോൾ കൊറോഡിയം, അത് ഏത് പാർട്സാ കൊറോഡിയം, ആ പോയിന്റിലേക്കാണ് നമ്മൾ വരുന്നത്. ഈ സ്കിറ്റിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. അതായത് ഈ പെട്രോള് E20 എവിടെ സ്റ്റോർ ചെയ്യുന്ന വാഹനത്തിൽ പെട്രോൾ ടാങ്ക് മുതൽ അതിന്റെ ഫ്യൂവൽ ലൈൻസ്, അതിന്റെ ഫ്യൂവൽ പമ്പ് ഉണ്ട് കാറുകളിൽ, ഫ്യൂവൽ പമ്പ്, ഫ്യൂവൽ ഫിൽട്ടർ, ഇനി മോട്ടോർ സൈക്കിളിലൊക്കെ ആണെങ്കിൽ കാർബറേറ്റർ. അപ്പം ഈ ഹോൾ ഫ്യൂവൽ ലൈനില് വാഹനത്തിന്റെ ഈ ഫ്യൂവൽ കടന്നു പോകുന്ന മുഴുവൻ പാർട്സും ഇത് തകരാറിലാക്കും. നിലവിലുള്ള വാഹനങ്ങൾ, പഴയ വാഹനങ്ങളിലൊക്കെ ഈ കൊറോഷൻ, തുരുമ്പെടുക്കൽ, അതിന്റെ റബ്ബർ പാർട്സ് ദ്രവിച്ചു പോകുന്ന, ഹാർഡൻ ചെയ്തു പോകൽ നടക്കുന്നുണ്ട്. ഇത് കൂടാതെ കാർബറേറ്ററിനകത്ത് വെള്ളം വരുന്നത് കൊണ്ടുകൂടെ ഇത് ഹൈഡ്രോസ്കോപ്പിക് ആണ്. പഴയ വാഹനങ്ങൾ പാർട്സ് റീപ്ലേസ് ചെയ്തില്ലെങ്കിൽ, അതായത് E20ക്ക് കേപ്പബിൾ ആയ പാർട്സ് വെച്ചില്ലെങ്കിൽ ഇത് തകരാറിലാക്കും. ഇവിടെയാണ് ക്വസ്റ്റ്യൻ. ഈ സാധാരണ ഒരു പ്യുവർ പെട്രോളിൽ ഓടുന്ന എഞ്ചിനും E10 അല്ലെങ്കിൽ E20 എഞ്ചിനും തമ്മിൽ എന്ത് വ്യത്യാസമാണ് വരുത്തേണ്ടത്? മാനുഫാക്ചറേഴ്സിന്റെ വെബ്സൈറ്റിലുണ്ട് ഈ വിവരം. ഇതിന്റെ ഒക്കെ ഇന്നർ ലൈനിങ്, അതായത് ഫ്യൂവൽ ടാങ്ക്, ഫ്യൂവൽ ലൈൻസ്, ഫ്യൂവൽ പൈപ്പുകള്, ഇതിന്റെയൊക്കെ സീലുകള്, ഇതിന്റെയൊക്കെ ഗ്യാസ്കറ്റ്, ഈ വക പാർട്സ്, ഇതൊക്കെ റബ്ബർ പാർട്സ് ഉണ്ട്, പോളിമർ പാർട്സ് ഉണ്ട്, മെറ്റൽ പാർട്സ് ഉണ്ട്. മെറ്റൽ പാർട്സിന്റെ എല്ലാം ഇൻസൈഡ് ലൈനിങ് കോട്ടിങ് കൊടുക്കണം, കൊറോഷൻ പ്രൂഫ് കോട്ടിങ്ങിന് കൊടുക്കണം. ഈ എഥനോളിന് കൊറോഡ് ചെയ്യാൻ പറ്റാത്ത തരത്തിൽ കോട്ടിങ് കൊടുക്കണം. അപ്പം പെട്രോൾ ആണെങ്കിൽ അത് കൊറോഷനെ സംരക്ഷിക്കും, എഥനോൾ ആകുമ്പോൾ കൊറോഡ് ചെയ്യും. അപ്പം ഇതിന്റെയൊക്കെ നിർമ്മാണത്തിന്റെ കോസ്റ്റ് കൂടും. പിന്നെ ഈവൻ ഫ്യൂൽ ഇഞ്ചക്ഷൻ എഞ്ചിനിലെ ഫ്യൂൽ ഇഞ്ചക്ഷൻ ചെയ്യുന്ന പാർട്ട്, അതിന്റെ എഞ്ചിൻ കൺട്രോൾ യൂണിറ്റിൽ വരെ റീകാലിബ്രേഷൻ വേണം പഴയ വാഹനങ്ങളിൽ. അതായത് 2 വർഷം മുമ്പ് മാത്രം വാങ്ങിച്ച വാഹനങ്ങൾ റീകാലിബ്രേഷൻ വേണ്ടി വരും എഥനോളിനെ ഉൾക്കൊള്ളണമെങ്കിൽ. സർക്കാർ ഈ കാര്യം ജനങ്ങളെ അറിയിക്കുന്നില്ല. അതായത് നിങ്ങളുടെ പഴയ വാഹനങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് എന്ന് സർക്കാർ അറിയിക്കുന്നില്ല. അതിന് നമ്മുടെ തന്നെയാണ് പൈസ സ്പെൻഡ് ചെയ്യേണ്ടി വേണ്ടത്. ഇനി ഇതിന്റെ മൂന്നാമത്തെ പോയിന്റിലേക്ക് കിടക്കുക. ടൈം വളരെ കുറവാണ്, അതുകൊണ്ട് മൂന്നാമത്തെ പോയിന്റ്. ഇതിന്റെ മെച്ചം എന്താ? ആകെപ്പാടെ സർക്കാർ പറയുന്ന E20 ബ്ലെൻഡിങ് ചെയ്യുന്നതുകൊണ്ട് സർക്കാർ പറയുന്ന ഒരൊറ്റ മെച്ചമേ ഉള്ളൂ, അത് സാമ്പത്തിക നേട്ടമാണ്. ഇന്ത്യ ഉപയോഗിക്കുന്ന ക്രൂഡ് ഓയിലെ 88%, സർക്കാരിന്റെ വെബ്സൈറ്റിൽ പറയുന്ന 88% നമ്മൾ ഇമ്പോർട്ട് ചെയ്യാണ്. അപ്പൊ ആ ഇമ്പോർട്ട് കുറയ്ക്കാം എഥനോൾ ഉപയോഗിക്കുമ്പോൾ. പക്ഷെ അതിന്റെ നേട്ടം ജനങ്ങൾക്ക് കിട്ടുന്നില്ല. കാരണം E20 പെട്രോളിന് വില കുറയ്ക്കുന്നില്ല. പെട്രോളിന്റെ വിലയാണ് നമ്മൾ എഥനോളിനും കൂടെ കൊടുക്കുന്നത്. എന്ന് മാത്രമല്ല, ഈ പണം ആരിലേക്കാണ് പോകുന്നത്? അതിന് സർക്കാർ പറയുന്നൊരു കണക്കുണ്ട്. സർക്കാർ 2013 മുതൽ 2026 വരെയുള്ള കണക്കുകൾ സർക്കാരിന്റെ PRDയുടെ വെബ്സൈറ്റിലും പല വെബ്സൈറ്റുകളിലായിട്ട് സർക്കാർ ഇട്ടിട്ടുണ്ട്. ആ കണക്കിൽ പറയുന്നത് 1.5 ലക്ഷം കോടിയുടെ മേലെയുള്ള നേട്ടം കർഷകർക്കുണ്ടായിന്ന. പക്ഷേ നമ്മൾ കുറച്ചുകൂടെ സൂക്ഷ്മമായി നോക്കിയാൽ കാണാം, സത്യത്തിൽ ഈ നേട്ടം പോകുന്നത് ഡിസ്റ്റിലറികൾക്കാണ്, കർഷകരിലേക്കല്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യ ടുഡേ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്ത ഒരു കണക്കുണ്ട്. അതായത് മിനിമം സപ്പോർട്ട് പ്രൈസിലും താഴെ ഡിസ്റ്റിലറികൾക്ക് കിട്ടുന്നത്. അപ്പോ യഥാർത്ഥത്തിൽ കർഷകർക്ക് ഈ നേട്ടം കിട്ടുന്നില്ല, മറിച്ച് നേട്ടം ഉണ്ടാക്കുന്നത് മുഴുവൻ ഡിസ്റ്റിലറികൾക്കാണ്. എത്ര ഇവിടെ നേട്ടാ? 1.5 ലക്ഷം കോടിയുടെ നേട്ടം ഇതിനകം ഉണ്ടായി. അപ്പൊ അതിന്റെ കണക്ക് സർക്കാർ ബ്രേക്ക് ഡൗൺ ചെയ്യാതെ ആകെ ഒരു കണക്ക് സർക്കാർ വെബ്സൈറ്റിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഈ നമ്പർ ഇത് എങ്ങോട്ടാ പോണേ? 1200 കോടി ലിറ്റർ ആണ് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്നത് സർക്കാർ വെബ്സൈറ്റിൽ പറയുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയ നേട്ടം പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, നിതിൻ ഗഡ്കരിയുടെ കമ്പനിയിലേക്കാണ്. നിതിൻ ഗഡ്കരിക്ക് നേരത്തെ തന്നെ 2001 ആരംഭിച്ച പൂർത്തി ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു കമ്പനി നിതിൻ ഗഡ്കരിക്ക് നേരത്തെ തന്നെ ഉണ്ട്, പൂർത്തി പവർ ആൻഡ് ഷുഗേഴ്സ് ലിമിറ്റഡ്. ആ കമ്പനിക്ക് അന്ന് തന്നെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാവുകയും, അതായത് ഷെൽ കമ്പനികളുമായിട്ട് ഇടപാടുണ്ട് എന്നൊരു ഇൻവെസ്റ്റിഗേഷൻ വരികയും പിന്നീട് ആ കമ്പനി പേര് മാറ്റി സിയാൻ അഗ്രോ ഇൻഡസ്ട്രീസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ്. ഈ കമ്പനി സിയാൻ അഗ്രോ ഇൻഡസ്ട്രീസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന കമ്പനി ഈ കഴിഞ്ഞ 2 വർഷങ്ങളിൽ ഉണ്ടാക്കിയ നേട്ടം നമ്മൾ പരിശോധിച്ചാൽ മതി. ഒരു പബ്ലിക് കമ്പനിയാണ്, ഓഹരി ലിസ്റ്റ് ചെയ്ത കമ്പനിയാണ്. അവരുടെ വിവരങ്ങൾ കുറെയൊക്കെ പബ്ലിക്കായി അവൈലബിൾ ആവും. സിയാൻ അഗ്രോ ഇൻഡസ്ട്രീസ് അതിന്റെ ഓഹരി കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ അത് സ്കൈ റോക്കറ്റ് ചെയ്തു. അപ്പം നിതിൻ ഗഡ്കരിയുടെ മക്കളുടെ കമ്പനി മാത്രമാണ് ലാഭം ഉണ്ടാക്കുന്നത്. നമ്മുടെ പണം മുഴുവൻ അങ്ങോട്ടാ പോകുന്നത്. എന്നാൽ അതിന്റെ ബുദ്ധിമുട്ട് മുഴുവൻ അനുഭവിക്കുന്നത് സാധാരണക്കാരാണ്. അപ്പോ ഈ തുടർന്നുള്ള ചർച്ച നമുക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.